ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് ബാലവേല വിരുദ്ധ ദിനം ആചരിക്കുന്നത്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ബാലവേല വിരുദ്ധ ദിനമായി ജൂൺ 12 ആദ്യമായി ആചരിച്ച വർഷം ഏത്? 2002. 2024 ബാലവേല വിരുദ്ധ ദിന സന്ദേശം എന്താണ്? നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക എന്നതാണ് 2024 ബാലവേല വിരുദ്ധ ദിന സന്ദേശം. ബാലവേല ഉപയോഗിക്കാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയുടെ പേര് എന്താണ്? റെഗ്മാർക്ക് 1994 ആരംഭിച്ചു. റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗുഡ്വീവ്. റെഗ്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കൈലാഷ് സത്യാർത്ഥി. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 24. ബാലവേല കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? കേരളം. കുട്ടികളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് 2014 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജൻ ആര്? കൈലാഷ് സത്യാർത്ഥി. ബാലവേലക്കെതിരെ പ്രവർത്തിക്കാൻ കൈലാഷ് സത്യാർത്ഥി രൂപവൽക്കരിച്ച സംഘടന ഏത്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേലയ്ക്ക് എതിരായി പൊരുതാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുമായി 2021 കൈലാഷ് സത്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ബാൽമിത്ര ഗ്രാമം. 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 21A. കേരളത്തെ ബാലവേല വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷം? 2012. 1979 ഇന്ത്യയിൽ ബാലവേലയെപ്പറ്റി പഠിക്കാനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുമായി ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന ശുപാർശ കമ്മിറ്റി ഏതായിരുന്നു? ഗുരുപത് സ്വാമി കമ്മിറ്റി. ബാലവേല ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഭൂഖണ്ഡം ഏത്? ആഫ്രിക്ക. ബാലവേല നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ബൊളീവിയ. ബാലവേല നിരോധന നിയമമനുസരിച്ച് ഒരു വ്യക്തിയെ കുട്ടിയായി പരിഗണിക്കുകയും ബാലവേല ചെയ്യിക്കുന്നത് കുറ്റകരമായി കണക്കാക്കുകയും ചെയ്യുന്നത് എത്ര വയസ്സുവരെയാണ്? 14 വയസ്സുവരെ. ബാലനീതി നിയമപ്രകാരം കുട്ടികളെ ജോലി ചെയ്യിപ്പിച്ച് അവരുടെ വരുമാനം ചൂഷണം ചെയ്യുന്നതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 5 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും.
ബാലവേല തടയാൻ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ. ഖനികളിൽ കുട്ടികളെ തൊഴിലാളികളായി ഉപയോഗിക്കുന്ന രാജ്യം ഏത്? ബ്രസീൽ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ബാലവേലക്കെതിരെയും പ്രവർത്തിക്കുന്ന ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, ഗ്ലോബൽ ക്യാമ്പയിൻ ഫോർ എഡ്യൂക്കേഷൻ എന്നീ അന്താരാഷ്ട്ര സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന നോബൽ പുരസ്കാര ജേതാവ് ആര്? കൈലാഷ് സത്യാർത്ഥി.